മഴ തോർന്നു പക്ഷേ മരം പെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് അയോധ്യയിലെ കാര്യം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അതിഗംഭീരമായിട്ട് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് അതിഗംഭീരമായൊരു പ്രസംഗവും പാസ്സാക്കി. ഇന്ത്യ രാമരാജ്യത്തിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതേ തുടർന്ന് രാജ്യത്ത് അതിഭയങ്കരമായ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രമുഖ ദേശീയ മാധ്യമങ്ങളുമൊക്കെ വിലയിരുത്തുന്നത്. ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. അവരിനി ഒരുപാട് ബന്ധപ്പെട്ടാലേ തിരിച്ചു വരാൻ കഴിയുള്ളൂ എന്ന രീതിയിലും വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ അവസാനിക്കും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇതിൽ പങ്കെടുത്ത പ്രമുഖന്മാരും പങ്കെടുക്കാത്ത പ്രമുഖന്മാരുമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നടൻ മോഹൻലാലിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അദ്ദേഹം പോയില്ല. അദ്ദേഹം സിനിമയുടെ തിരക്കുകൊണ്ടാണ് പോകാഞ്ഞത്, അതോ ഇവിടുത്തെ ചില സൈബർ ഗുണ്ടകളെ പേടിച്ചിട്ടാണോ എന്നറിയില്ല. രണ്ടാമത്തേനാണ് സാധ്യത കൂടുതൽ. KS ചിത്രയുടെ അനുഭവം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മോഹൻലാൽ അതിൽ പങ്കെടുത്തില്ല എന്ന് വിചാരിക്കാനാണ് ഞാൻ നോക്കിയിട്ട് കൂടുതൽ യുക്തി കാണുന്നത്. കാരണം ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ അതിഭയങ്കരമായ ആരോപണങ്ങൾ ഉണ്ടാകുകയും പുള്ളിക്ക് സിനിമാ രംഗത്ത് തുടരാൻ തന്നെ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അദ്ദേഹം ബുദ്ധിപൂർവ്വം ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. വേറെ കേരളത്തിൽ നിന്ന് കാര്യമായിട്ട് ഇതുപോലെ ക്ഷണം കിട്ടുക ആളുകളുണ്ടോ എന്നെനിക്കറിയില്ല. കാര്യപ്പെട്ട ആരും തന്നെ പോയതായിട്ട് കണ്ടില്ല. പിന്നെ ശ്രീ ജസ്റ്റിസ് KT തോമസ് ഇത് ടെലിവിഷനിൽ കണ്ടു. രാമക്ഷേത്രത്തെ പിന്തുണയ്ക്കുന്ന BJP നേതാക്കളായ അബ്ദുള്ള കുട്ടി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിരുന്ന അബ്ദുൾ സലാമുമൊക്കെ അവർക്ക് ക്ഷണമുണ്ടായതായിട്ട് അറിയില്ല. അവർ പോയതായിട്ടും നമുക്കറിയില്ല. പോയിരുന്നെങ്കിൽ പോയി എന്ന വാർത്ത പത്രത്തിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ അതുപോലെ സിനിമാ നടന്മാരുടെയൊക്കെ അവസ്ഥ. ഞാൻ പറയാൻ വന്നത്, ഇന്നത്തെ പത്രത്തിൽ ഈ പ്രമുഖ വ്യക്തികളുടെ പേര് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയില്ല. സിനിമാ നടൻ രജനീകാന്ത് പങ്കെടുത്തു, അതിൽ അത്ഭുതമില്ല. ആന്ധ്രാപ്രദേശിൽ സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച നടൻ ചിരഞ്ജീവി അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെ പിരിച്ചുവിട്ടു. അദ്ദേഹവും ഈ ചടങ്ങിൽ പങ്കെടുത്തു. അതിലും അത്ഭുതത്തിന് അവകാശമില്ല. ചിരഞ്ജീവിക്കോ അല്ലെങ്കിൽ രജനീകാന്തിനോ പങ്കെടുക്കാം. കമലഹാസനോ അതല്ലെങ്കിൽ ബാലകൃഷ്ണയ്ക്കോ പങ്കെടുക്കാതെയും ഇരിക്കാം. അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഈ പങ്കെടുത്ത ചില ഹിന്ദി താരങ്ങളുടെ പേര് കേട്ടപ്പോൾ എനിക്ക് വലിയ തമാശയാണ് തോന്നിയത്. ഒരാൾ കത്രീന കൈഫാണ്, മറ്റൊന്ന് ആലിയ ഭട്ട്. ആലിയ ഭട്ടിനെ പറ്റി പറഞ്ഞാൽ ഇവർ മഹേഷ് ഭട്ട് എന്ന ഒരു സംവിധായകൻ്റെ സോണി റസ്ദാൻ എന്ന പഴയ നടിയുടെയും മകളാണ്. ഈ മഹേഷ് ഭട്ടിൻ്റെ അമ്മ മുസ്ലിമും അച്ഛൻ ബ്രാഹ്മണനുമാണ്. അതൊരു കുറ്റമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം അർദ്ധ മുസ്ലിമാണ്. ഈ അദ്ദേഹത്തിന് നിലവിൽ ഒരു ഭാര്യയും അതിൽ 2 കുട്ടികളുള്ള സമയത്ത് പൂജ ഭട്ട് ആദ്യ വിവാഹത്തിലുള്ള മകളാണ്. ഉള്ള സമയത്ത് അദ്ദേഹം ഈ സോണി റസ്ദാനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും നിക്കാഹ് രൂപത്തിലുള്ള വിവാഹം നടത്തുകയും ചെയ്തവരാണ്. അങ്ങനെ മുസ്ലിം ദമ്പതികളുടെ മകളാണ് ആലിയ ഭട്ട്. ആലിയയും മുസ്ലിമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തു. അതിലൊരു തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. അവർ പങ്കെടുത്തു. കത്രീന കൈഫിൻ്റെ കാര്യവും വളരെയൊന്നും വ്യത്യസ്തമല്ല. അവരുടെ അമ്മ ബ്രിട്ടീഷുകാരിയായ ഒരു ക്രിസ്ത്യൻ വനിതയും പിതാവ് കാശ്മീരുകാരനായ ഒരു മുസ്ലിമുമാണ്. അവരും ഈ ചടങ്ങിൽ പങ്കെടുത്തു. ആർക്കും ഒരു ആക്ഷേപം തോന്നിയില്ല. സൈബർ ഗുണ്ടകളാരും ആലിയ ഭട്ടിനെ ആവട്ടെ കത്രീന കൈഫിനെ ആവട്ടെ ആക്രമിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തില്ല. ഇവിടെയുള്ള ഗുണ്ടകൾക്ക് അറിയാൻ പാടുന്നുണ്ടല്ലോ. ഈ വാർത്ത ഇന്ന് മാധ്യമത്തിലുമുണ്ട്, സുപ്രഭാതത്തിലുമുണ്ട്. ഇത് വായിക്കാത്തവരുമല്ല. സൈബർ ഗുണ്ടകളാരും തന്നെ കത്രീനയോ അല്ലെങ്കിൽ ആലിയയോ ആക്രമിക്കുന്നില്ല. ഇനി രജനീകാന്തിനെയോ ചിരഞ്ജീവിയോ ഉന്നം വയ്ക്കുന്നുമില്ല. പക്ഷേ ഈ പ്രാണപ്രതിഷ്ഠ കണ്ട് കോരിത്തരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട നമ്മുടെ പാവം രേവതിക്ക് നേരെ വലിയ സൈബർ ബുള്ളിങ്ങാണ് നടക്കുന്നത്. ഏതാണ്ട് ചിത്രയുടെ അവസ്ഥയിലേക്ക് രേവതിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. രേവതിയുടെ സിനിമയിലെ പേരാണ് രേവതി. സിനിമയിൽ വരുമ്പോൾ അങ്ങനെയുള്ളൂ. ശരിക്കും അച്ഛനും അമ്മയുടെ പേര് മാറ്റിയിട്ട് വേറെ പേരിലായിരിക്കും മിക്കവരും അറിയപ്പെടുക. PI മുഹമ്മദ് കുട്ടി എന്നാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സ്കൂൾ രജിസ്റ്ററിലുള്ള പേര്.
അബ്ദുൽ ഖാദർ എന്നായിരുന്നു പ്രേം നസീറിൻ്റെ പേര്. പലരും അങ്ങനെയാണ് പേരുകൾ മാറ്റും അല്ലെങ്കിൽ പരിഷ്കരിക്കും, അതൊക്കെ പതിവുള്ള കാര്യമാണ്. രേവതിയുടെ സ്കൂൾ രജിസ്റ്ററിലുള്ള പേര് ആശ കേളുണ്ണി നായർ എന്നാണ്. കേളുണ്ണി നായർ എന്നായിരുന്നു അച്ഛൻ്റെ പേര്. ഇപ്പോൾ ആളുകൾ ആശ കേളുണ്ണി നായർ എന്ന് പറഞ്ഞ് ഇവരെ പരിഹസിക്കും. അതിലെന്താ പരിഹാസം എന്ന് എനിക്ക് മനസ്സിലാവില്ല. അച്ഛനും അമ്മയുടെ പേരാണ്. അത് എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാണപ്രതിഷ്ഠയെ എതിർക്കുന്നത് ഇത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് എനിക്കറിയില്ല. ഇനി അവർ നാളെ അയോധ്യയിൽ ദർശനത്തിന് പോയാൽ അതൊരു കുറ്റമായിട്ട് ഇവിടെയുള്ള ഈ മതേതര പുരോഗമന നവോത്ഥാന ബുദ്ധിജീവികളും അവരെ പിന്തുണയ്ക്കുന്ന മറ്റാളുകളും വിചാരിക്കൂ, അതിനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകളിൽ നല്ലൊരു ഭാഗം, ഒരു സംശയവും വേണ്ട, ഒരു മാസത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനകത്ത് നിശ്ചയമായിട്ടും അവിടെ പോയി ദർശനം നടത്തും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. ഞാനും പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇനിയിപ്പോൾ അപ്പുറത്ത് ഒരു മുസ്ലിം ദേവാലയം കൂടി പണിയുന്നുണ്ട്. അതിൻ്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അയോധ്യയിൽ പോയിട്ട് ഈ രാമക്ഷേത്രത്തിലും അതിൻ്റെ അപ്പുറത്ത് ഉത്തർപ്രദേശിലെ സുന്നി വഖഫ് ബോർഡ് നിർമ്മിക്കുന്ന പള്ളിയിലും കൂടി ഒരുമിച്ച് ദർശനം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഒരു പോക്കിന് രണ്ടും കൂടി നടക്കുമല്ലോ. അതുകൊണ്ടാണ് 2 പ്രാവശ്യം അതിനു വേണ്ടി അയോധ്യയ്ക്ക് പോകാൻ വയ്യ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ ഒന്ന് കഴിഞ്ഞ് മുസ്ലിം പള്ളിയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ബുള്ളിങ് നടത്തേണ്ടവർക്ക് ഇപ്പം തന്നെ തുടങ്ങാം. അത് യാതൊരു വിരോധമില്ല, സന്തോഷം മാത്രമേ. ഈ ആശയാവട്ടെ രേവതിയാവട്ടെ അതല്ല ചിത്രയാവട്ടെ പരിഹസിക്കുന്നവർ, കല്ലെറിയുന്നവർ കത്രീന കൈഫിനെക്കുറിച്ച് എന്തുകൊണ്ട് മൗനം പാലിക്കും, അല്ലെങ്കിൽ ആലിയ ഭട്ടിനെക്കുറിച്ച് എന്തുകൊണ്ട് ഒന്നും പറയുന്നില്ല എന്നറിയാൻ എനിക്ക് വളരെ ഔത്സുക്യമുണ്ട്. സൈബർ ഗുണ്ടകളുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് സദയം ക്ഷണിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.